ഹായ് ഫ്രണ്ട്സ്, സമുദ്രം വഴിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വയനാടിൻ്റെ ഏറ്റവും നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞിരിക്കുന്ന താളൂർ ചുള്ളിയോട് നമ്മുടെ ബത്തേരി ഹൈവേയിലാണ്. മാടക്കര എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഒരു ഏകദേശം ഒരു 50 മീറ്റർ സഞ്ചരിച്ചാൽ ചെറുമാട് റോഡിൽ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന ശരിക്കും ടൗണിൽ നിന്ന് എടുത്ത് നോക്കിയാൽ മൂന്നാമത്തെ വീടിൻ്റെ മുന്നിലാണ്. കേദാരം എന്ന് പറയുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ്. ഇവിടെ വന്നത് മറ്റൊരു വിശേഷമായി നിങ്ങളോട് പങ്കുവയ്ക്കാനാണ്. മറ്റൊന്നുമല്ല, ഇവിടെ നിങ്ങളൊരു ബോർഡ് കാണുന്നുണ്ടാവും, വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ട്, പെൺ കളിക്കളം. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആകാംക്ഷയോടെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇന്ന് വളരെ ഒരു സെലിബ്രേഷൻ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് വിഴ, ഒരു പ്രോഗ്രാം, ഒരു ഓപ്പണിംഗ് സെറിമണി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം കൂടി കൂട്ടിയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് എത്തിയിരിക്കുന്നത്. ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക. നമ്മളിതാ ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് അടുത്തൊരു റോഡാണ്, ഒരു കോൺക്രീറ്റ് റോഡാണ്. ഈ കോൺക്രീറ്റ് റോഡ് താഴേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിലൂടെ നടന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇതാ പെൺ കളിക്കളം എന്നുള്ള ബോർഡ്. നമ്മൾ മുകളിൽ കണ്ട പോലെ തന്നെ ബോർഡുണ്ട്. അതിമനോഹരമായ ഒരു ഗേറ്റും അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസിലൂടെ നമുക്ക് എത്ര വേണമെങ്കിലും ഗേറ്റ് അങ്ങോട്ട് തള്ളി വയ്ക്കാവുന്ന ഗേറ്റാണ്. കടന്ന് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് ഈ കളിക്കളത്തിലേക്കാണ് എത്തുന്നത്. വിശാലമായ കളിക്കളമാണ്. നോക്കൂ, പൈസിൻ്റെ മുഴുവനായ ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. അതും ഡേ നൈറ്റ് കളിക്കാവുന്ന രീതിയിൽ ഫ്ലഡ് ലൈറ്റ് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കളിക്കളമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ വളരെ കുറച്ചേ കണ്ടുള്ളൂ. അതും ഓൺ റിസ്കിൽ ഒരു ആൾ അവരുടെ ഒരു വിനയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്താണെങ്കിലും മേഡം ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ്. ഇതാണ് വിനയ മേഡത്തിൻ്റെ വീട്. ആ വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീടിൻ്റെ പുറകിലായിട്ടാണ് കളിക്കളമുള്ളത്. അത് ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോവാം, അല്ലാതെയും ചെല്ലാം. എന്താ വിനയ മേഡം ഇറങ്ങി വരുന്നുണ്ട്. വിനയ മേഡത്തിനോട് നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം സംസാരിക്കാം. എന്താണെങ്കിലും വിനയ മേഡം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. മേഡം നമസ്കാരം. അപ്പോൾ എന്താണെങ്കിലും വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ട്രസ്റ്റിനെ രൂപീകരിക്കുകയും അതിന് പിന്നിൽ ശക്തിയായിട്ട് ഒരു അയൺ ലേഡിയെ പോലെ നിലയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിനയ മേഡമാണ് ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ മേഡത്തിനോട് നമുക്ക് ആ ഒരു കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. മറ്റൊന്നുമല്ല, എന്താണ് ഇതിൻ്റെ ഒരു ആശയം, അതുപോലെ ഇത് എത്ര നാളായി, ഇതിനെ നമുക്കിപ്പോൾ ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത് എത്ര നാളായി, അതുപോലെ തന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്? കാരണം സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ഉന്നമനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെ ഒന്നാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ സമഗ്രമായ ഒരു വികസനം തന്നെയാണ് വിചാരിക്കുന്നത്. അതായത് സ്ത്രീയെ പണ്ട് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞതുപോലെ സ്ത്രീയെ മനുഷ്യനാക്കുക എന്നുള്ളൊരു ഒരു പ്രക്രിയയിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ഇങ്ങനെ വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അതിലാദ്യം തന്നെ പെൺകുട്ടികളുടെ കായിക വിനോദങ്ങൾ, അതായത് ഓടിക്കളിക്കുക, ചാടി കളിക്കുക, ഓടുക, തുള്ളുക, ചാടുക, മറിയുക എന്നൊക്കെ പറയുന്ന പ്രകൃതിയുടെ ഏത് ജീവജാലങ്ങളും അങ്ങനെയാണ് വളരുന്നത്. അപ്പോൾ ഈ ഒരു ഓടിച്ചാടി തുള്ളി മറിഞ്ഞ അലറി ഉള്ള ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഈ ചലനങ്ങൾക്ക്, ഈ ശബ്ദങ്ങൾക്ക്, രീതികൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾ വളരുന്നതിനും ഒക്കെ തന്നെയുള്ള നിബന്ധനകളെല്ലാം തന്നെ ഇതിനൊക്കെ എതിരാണ്. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഇപ്പോഴും നമ്മൾ പറയും ബസ്സിൽ കയറാൻ പറ്റില്ല, ഓടിക്കയറാൻ പറ്റില്ല. എപ്പോഴും പെൺകുട്ടികൾക്ക് നമ്മൾ റിസർവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ റിസർവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം അവളുടെ കഴിവുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ മാറ്റി നിർത്തുകയാണ് ചെയ്യുക. നമ്മളിവിടെ ആൺകുട്ടിയാണെങ്കിൽ അവനെ നമ്മൾ പെട്ടെന്ന് കടയിൽ പറഞ്ഞേക്കും. നമ്മളെല്ലാ രീതിയിലും അവന് നമ്മൾ സൈക്കിൾ വാങ്ങിക്കൊടുത്ത് അവന് വേണ്ട രീതിയിൽ എന്തൊക്കെയാണോ അവൻ്റെ എല്ലാ കുസൃതികൾക്കും നമ്മൾ നിന്നുകൊടുത്ത് അങ്ങനെയൊക്കെ. പക്ഷെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൃത്യമായ ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ടാണ് അവളെ നമ്മൾ വളർത്തുന്നത് തന്നെ. അതുപോലെ തന്നെ മേഡം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് ഏത് സെക്ഷനിലായിരുന്നു, അല്ലെങ്കിൽ എത്ര കാലം ഉണ്ടായിരുന്നു, അതിന് ശേഷമാണോ ഇതിലേക്ക് ഈ ഒരു ആശയം വന്നത്, എങ്ങനെയാണ്? ഞാൻ 1991 മുതൽ സർവീസിലുള്ള വ്യക്തിയാണ്. അപ്പോൾ 23 മെയ്യിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ഞാൻ തൃശ്ശൂർ റൂറൽ വനിതാ സ്റ്റേഷൻ SHO ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ആ കാലഘട്ടങ്ങളിലും ഒക്കെ തന്നെ ഞാൻ എല്ലാ കാലഘട്ടത്തിലും ഞാൻ നിരീക്ഷിക്കുന്നൊരു കാര്യം പെൺകുട്ടികളുടെ മൂമെൻറ്റ്സാണ്. എപ്പോഴും ഒരു വസ്ത്രത്തിൻ്റെ തടവറയിലാണ് പെൺകുട്ടികളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു പെൺകുട്ടിയിൽ നിന്ന് സ്ത്രീ ആവുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് ആ തടവറേനെ അവർ സ്നേഹിച്ച് പുൽകിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാലും കൈയൊന്നും അനക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവും.
ആ ഒരു ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പലപ്പോഴും തന്നെ പല കേസുകളിലും തന്നെ സ്ത്രീകൾ മെൻ്റൽ അറസ്റ്റിന് വിധേയമാകുന്നതായിട്ട് എനിക്കെൻ്റെ പോലീസ് ജീവിതം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ പറയും മിണ്ടാട്ടം മുട്ടുക, ഇങ്ങനെ സ്റ്റക്കായിപ്പോവും. അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇവളുടെ കളിയില്ലാത്തതുകൊണ്ടാണ്. പെൺകുട്ടികളിൽ കളിയില്ലാത്ത കായികമായ ഒരു വിനോദമില്ലാത്തതുകൊണ്ട് കളികൾ നമ്മൾ കളിക്കളത്തിൽ നിന്നാണ് നമ്മൾ ഇതിനൊക്കെയുള്ള പിന്നെ അവസരങ്ങൾ കരുത്താണെങ്കിലും അതിൻ്റെ പിന്നെ ഡിസിഷൻ മേക്കിങ് നമുക്ക് ഇങ്ങനെ തടയുക, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഏറ്റവും പെട്ടെന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ കഴിവൊക്കെ നമുക്ക് സ്പോർട്സിലൂടെയാണ് കിട്ടുന്നത്. ഒരു ലാസ്റ്റ് 13 വർഷം തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്താണെങ്കിലും പിന്നെ വയനാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ സ്ത്രീകളുമായിട്ട് സംവദിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ സദാവേദനയാണ്, മുട്ടുകളൊക്കെ ഇങ്ങനെ നീര് വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവരെ ഹെൽത്തിയാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യമാണ് മാഡം. ഹെൽത്തി ആക്കുക എന്നുള്ളത് അവരൊന്ന് ചടുലമാകുക. കാരണം അത്രയേറെ ഡിപ്രഷനിലാണ്. അതുകൊണ്ടാണ് തൃശ്ശൂരിലുള്ള സമയത്ത് ഞാൻ നമ്മുടെ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ് ആ സമയം. അപ്പം ഞാൻ ഈ സ്ത്രീകളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് പിന്നെ ഒന്ന് കളിക്കാനൊന്നും ആഗ്രഹമല്ലേ? ഈ പിന്നെ 7 വയസ്സുള്ള ആണുങ്ങളും 70 വയസ്സുള്ള ആണുങ്ങളൊക്കെ മെസ്സിൻ്റെ അങ്ങനെയൊക്കെ പല പല ജേഴ്സികൾ ഇട്ടിട്ട് വരുമ്പം നിങ്ങൾ പാതിരാത്രിയിൽ ആണുങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്നവർ മാത്രമാകുന്നില്ല, നിങ്ങൾക്ക് വിഷമമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ സദസ്സിൽ നിന്ന് മൊത്തം ഉണ്ട് എന്നുള്ള ഉത്തരം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടത്തോടെ പറഞ്ഞു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് കളിക്കാം അല്ലേ എന്ന് ചോദിച്ചു. ആരൊക്കെ തയ്യാറാകും? നമുക്ക് വോളിബോൾ കളിക്കാം. ഫുട്ബോൾ ആകുമ്പം ഗ്രൗണ്ട് നിറച്ച് ഓടണ്ടേ, അപ്പോൾ നിങ്ങൾക്ക് ഓട്ടത്തിലേക്ക് ഇപ്പം നിങ്ങളായിട്ടില്ല, നമുക്ക് വോളിബോൾ കളിച്ച് തുടങ്ങാം. എത്ര പേര് തയ്യാറാകും? ആ പിന്നെ തൃശ്ശൂർ ടൗൺ ഹാളിലെ മുഴുവൻ സ്ത്രീകളും കൈയുയർത്തി എന്നുള്ളതാണ്. ആയിരക്കണക്കിന് സ്ത്രീകൾ കൈയുയർത്തി. അങ്ങനെയാണ് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് വോളിബോൾ തുടങ്ങുന്നത്. തൃശ്ശൂർ വെച്ചിട്ടാണ് വോളിബോൾ തുടങ്ങുന്നത്. അങ്ങനെ 10ഓളം ടീമുകൾ അവിടെ ഉണ്ടാക്കി. ഒത്തിരി പേരുടെ അസുഖങ്ങൾ ഭേദമാകുന്നു. ഒരു കളിക്കളവും സ്ത്രീകളെ വെൽക്കം ചെയ്യുന്നില്ല. എല്ലാ കളിക്കളത്തിൽ നിന്നും സ്ത്രീകളെ ഓടിക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതെൻ്റെ അപ്പനപ്പാപ്പന്മാർ ഉണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള ഈ പറച്ചിൽ നിന്ന് എൻ്റെ സ്ത്രീകൾ പറയണേന് ഇതൊക്കെ എൻ്റെ അമ്മൂമ്മമാർ കളിച്ച സ്ഥലമാണ് എന്ന് പറയുന്നൊരു ഇടമുണ്ടാക്കണമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പെൺകളിക്കളം ഇവിടെ നമ്മുടെ മാടക്കരയിലെ വയനാടിന്റെ സുൽത്താൻ ബത്തേരി നമ്മുടെ താളൂർ സുൽത്താൻ ബത്തേരി റോട്ടിൽ നിന്ന് ഏകദേശം മാഡത്തിന് ഇപ്പോൾ ഉള്ള ഈ വീട് എന്ന് പറയുന്ന സ്ഥലവും മാഡത്തിന്റെ ഈ കളിക്കളം ഉള്ളതുമായിട്ട് ഒരു 50 മീറ്ററിന്റെ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നല്ലേ? ഇത് ചെറുമാട് റോഡാണോ? ചെറുമാട് റോഡിലൂടെ സഞ്ചരിച്ചാൽ 50 മീറ്റർ. അപ്പോൾ മാഡം ഞാൻ ചോദിക്കുന്ന അങ്ങനല്ല, അതപ്പോൾ ഇപ്പോൾ ആരംഭിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് 1 വർഷമായിട്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്നത് 23 മെയ്യിലാണ്. 23 മെയ് കഴിഞ്ഞിട്ട് 24 മാർച്ച് 8-ാം തീയതിയാണ് എൻ്റെ പെൺകളിക്കളം ഉദ്ഘാടനം ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്തിൽ നിന്ന് ഉള്ള പിന്നെ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്രയും ഫണ്ട്, അത് ഓൺ ഫണ്ട് ആയിരിക്കും അല്ലേ? അതെ അതെ അത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സ്ഥലമാണത്. ആ സ്ഥലത്താണ് ഇപ്പോൾ 30 സെന്റിൽ കൂടുതൽ സ്ഥലമുണ്ട്. നമ്മുടെ ഫണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പെൻഷൻ ഫണ്ടാണ്. മാഡത്തിന്റെ പെൻഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഗ്രൗണ്ടും അതിനോട് ചേർന്നിട്ടുള്ള കളിക്കളവും ഒക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ നൈറ്റും കളിക്കാവുന്ന രീതിയിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് പെൺകുട്ടികൾക്ക് എപ്പോഴും നമ്മൾ പകല് മാത്രമാണ് പെൺകുട്ടികളുടെ അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് തകർക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആ ചിന്തകളൊക്കെ ഇവിടെ പെൺകുട്ടികൾ എപ്പോഴും രാത്രി 9 മണി വരെ പെൺകുട്ടികൾ കളിക്കാറുണ്ട്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവർ കളിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള അത്രയും നേരം കളിക്കട്ടെ. പെൺകുട്ടികൾ ഒരു ടെറഫൊക്കെ വാടകയ്ക്ക് എടുക്കുന്നൊരു കാലം വരണമെന്നാണ് എൻ്റെ സ്വപ്നം. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം മാഡത്തിനെ കുറിച്ച് പോലെ ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകൾ എന്നിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികളാണെങ്കിലും അവരുടെ ചിന്താഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു പുതിയൊരു സംരംഭം കൂടി ഇവിടെ ആരംഭിക്കുകയാണെന്നുള്ള വിവരം കിട്ടി. അതിനെക്കുറിച്ചും കൂടി ഒന്ന് നമ്മൾ അറിയാനാണല്ലോ ഇവിടെ എത്തിയത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് പറയാം അല്ലേ മാഡം? അത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മിനി ജിംനേഷ്യം തന്നെയാണ് അല്ലേ? ഓപ്പൺ ജിംനേഷ്യം. ഓപ്പൺ ജിംനേഷ്യം, അതും ലേഡീസിനായിട്ട് അവർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ജിംനേഷ്യം. അപ്പോൾ മാഡം നമ്മുടെ ഇപ്പോൾ ഈ മൾട്ടി ജിം ഇന്ന് ഓപ്പൺ ചെയ്യപ്പെട്ടു. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ എന്താണ് മാഡത്തിന് പറയാനുള്ളത്? മാഡത്തിൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയല്ലേ ശരിക്കും നടന്നിരിക്കുന്നത്? എന്താണ് പറയാനുള്ളത്? ഇവിടുത്തെ സ്ത്രീകൾ, അതായത് ഈ പ്രദേശത്തെ സ്ത്രീകൾ പിന്നെ അവർ വരികയും അത് എക്സസൈസ് ചെയ്യുകയും വെറുതെ ഇരിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യട്ടെ. അതിനെല്ലാം ഊഞ്ഞാലുണ്ട് ഇവിടെ,
അവർക്ക് ജിമ്മിന് ഉള്ള എക്സർസൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അവർക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യട്ടെ. തീർച്ചയായും അതിന് നല്ല ഡയറക്ഷൻ കൊടുക്കാൻ എനിക്ക് പറ്റും. പിന്നെ ട്രെയിനേഴ്സ് ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പ്രയോജനപ്പെടുത്തും. ചുള്ളിയോട് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിതിങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നമ്മുടെ വിനയാസ് ഫൗണ്ടേഷൻ അല്ലേ, വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം കൂടുതൽ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കും ഇന്ത്യ വിട്ട് പുറത്തേക്കും ഒക്കെ പോകുന്ന രീതിയിലേക്ക് കൂടുതൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. അവിടെയെല്ലാം എൻ്റെ സാന്നിധ്യം അറിയിക്കാനും എൻ്റെ ആശയം പ്രചരിപ്പിക്കാനും എനിക്ക് പറ്റും. ഒരു കാര്യം എനിക്ക് നല്ലതായിട്ട് അറിയാം, ഞാൻ എവിടെ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ സ്ത്രീകൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഏത് ആശയമാണ് പറയുന്നത്, അതായത് ഇപ്പോൾ വോളിബോളിനെ പറ്റിയോ ഫുട്ബോളിനെ പറ്റിയിട്ടോ ജിമ്മിനെ പറ്റിയിട്ടോ ഒക്കെ പറയുമ്പോൾ തന്നെ സ്ത്രീകൾ എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്നെ കേൾക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ അവരെ ഏറ്റെടുക്കാനും താല്പര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഓപ്പൺ ജിമ്മ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഓപ്പൺ ജിമ്മുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും ഇതിൻ്റെ ആശയം ഇവിടെ പങ്കുവയ്ക്കുകയും ഒരു ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താളൂർ കോളേജിൻ്റെ കായിക മേധാവിയായിട്ടുള്ള ഡോക്ടർ സരിൽ സാറ് നമ്മളോടൊപ്പമുണ്ട്. സരിൽ സാറ് നമസ്കാരം. അപ്പോൾ സാർ ഇതിനുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് നിന്നൊരു വ്യക്തിത്വമാണെന്ന് എനിക്കറിയാൻ കഴിയും. ഈ പ്രോഗ്രാമുമായിട്ടും ഈ ഒരു ജിമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്കും A to Z എല്ലാത്തിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇതുകൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു സന്ദേശം നമുക്ക് നൽകുകയാണ്, എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ആദ്യമായിട്ട് പറയാനുള്ളത് 2024 ഇങ്ങനത്തെ ഒരു ആശയം വിനയ മാം നമ്മളായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, നീലഗിരി കോളേജിൻ്റെ ഇതിൽ ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു ആശയം നമ്മളിലേക്ക് എത്തുകയും നമ്മൾ അതിന് കൺസൾട്ടേഷൻ ആരംഭിക്കുകയും ചെയ്തു. NGGS എന്നുള്ളൊരു കൺസൾട്ടൻറ്റ് ഫാമിലി നമുക്കുണ്ട്. ആ ഫാമിലിയുടെയും നീലഗിരി കോളേജിൻ്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു ആശയമാണ്. അന്നുണ്ടാക്കിയത് പെൺകളിക്കളം എന്നുള്ള ഒരു ഫൈസിൻ്റെ കോർട്ടാണ്. പെട്ലൈറ്റിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്വന്തം സ്ഥലത്ത്, അതായത് സ്വന്തം അവർക്ക് കിട്ടിയ 30 സെൻറ്റ് സ്ഥലത്ത് ചെയ്തിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെയും ആദ്യത്തെ ഒരു വ്യക്തിയായിരിക്കും വിനയ മാം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു ആശയത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ആശയം പറഞ്ഞത്. അതായത് വനിതകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ജിം കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നന്നാകും എന്നുള്ളൊരു ആശയമാണ് ഇതിൽ വന്നത്. ആശയത്തിൻ്റെ ഒരു കൺസൾട്ടേഷൻ വർക്ക് നടന്നു. അതിന് ശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ ഏറ്റവും റിയലിസ്റ്റായി കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അത് കൺസൾട്ടേഷൻ കമ്പനി നേരിട്ട് അതിനെ ഏൽപ്പിച്ചതുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യും. ഇവിടുത്തെ വനിതകൾക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ ഏത് സമയത്തും വന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ജിമ്മാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നത് വളരെ സന്തോഷമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സാർ ഈ ഒരു ആശയം പങ്കുവച്ചിട്ടുണ്ടോ? ഇത് ഈ ഫൗണ്ടേഷൻ എത്രത്തോളം ഇതിൻ്റെ വളർച്ചയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് കൂടി പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഈ ആശയം ഇവരെ സംബന്ധിച്ച് വിനയ മാമിനെ സംബന്ധിച്ച് പല സ്കൂളുകളിലും ഞങ്ങൾ നേരിട്ട് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു സീസണിൽ വെക്കേഷൻ സമ്മർ ക്യാമ്പുമായിട്ട് എരുമാട് ഗേൾസ് സ്കൂളിൽ നമ്മൾ എത്തിച്ചേരുകയും അവിടുത്തെ അധ്യാപകരും PTA മെമ്പേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 1 month അവർക്ക് സമ്മർ ക്യാമ്പ് നമ്മൾ ആരംഭിക്കുകയും ഈ ആശയത്തിൽ പെൺകളിക്കളത്തിൻ്റെ ആശയം ഇനിയുള്ള സ്ഥലങ്ങളിൽ, ഇനിയുള്ള ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ എല്ലായിടത്തും പെൺകളിക്കളത്തിൻ്റെ ആശയം നടപ്പിലാക്കുക എന്നുള്ളതാണ് വിനയ മാമിൻ്റെ ഉദ്ദേശം. അവരോടൊപ്പം ഈ കൺസൾട്ടേഷൻ ഫാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇതുപോലത്തെയുള്ള പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ശരി, വലിയ പ്ലാനുകളും വിജയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എന്താണ് ഇത്രയും നേരം നമ്മളുമായിട്ട് ചിലവഴിച്ചതിന് ഒത്തിരി സന്തോഷം സാറേ. ഇതൊക്കെ കുട്ടികൾക്കായിട്ട് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ലേഡീസിന് സൈക്കിള് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മാഡം അറേഞ്ച് ചെയ്തിരിക്കുന്ന സൈക്കിളുകളാണ്. അതിനിടയ്ക്ക് നമുക്ക് നോക്കി അറിയുന്നുണ്ടോ, ബോള് മറ്റ് കിറ്റുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് മാഡം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ലേഡീസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ മാഡം പറയുന്നത് ഈ പ്രദേശത്തായിട്ട് ഇനി അഡ്വഞ്ചർ പാർക്ക്, അതുപോലെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് മാഡത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ടർഫ് ഗ്രൗണ്ടുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ ഒരു ഇപ്പോൾ നമ്മൾ കെട്ടിടം വെച്ചിട്ട് ഏകദേശം ഒരു 80 സെൻറ്റ് സ്ഥലമുണ്ട്. 80 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് മാഡം ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും എനിക്കിന്ന് വലിയ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു കളിക്കളവും അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ജിംനേഷ്യവും, അതിൻ്റെ ഓപ്പൺ ജിംനേഷ്യം, അതുമാത്രമല്ല ഇത്രയും വലിയൊരു ആശയങ്ങളുമായിട്ട് ഒരു പ്രൈവറ്റായിട്ടൊരു സെക്ഷനിൽ ഇത് ചെയ്തുണ്ടാക്കുക. നമ്മൾ ഗവൺമെൻറ് തലത്തിൽ പല പദ്ധതികളും കണ്ടിട്ടുണ്ടെങ്കിലും പ്രൈവറ്റ് സെക്ഷനിൽ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്ത് കണ്ടത് ആദ്യമായിട്ടാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.